ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ലോഞ്ച് വരാനായിട്ട് ഇനി വിരലിലെണ്ണാൻ പറ്റുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഓഗസ്റ്റ് 3-ാം തീയതി ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ലോഞ്ച് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഒഫീഷ്യലി തന്നെ പുറത്തു വന്നൊരു ന്യൂസാണ്. വളരെയധികം എക്സൈറ്റഡ് ആണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2 സീസൺസ് പോലെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണും. ആരും കാണാതെ പോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. നിഷ്പക്ഷ റിവ്യൂസ് എന്നതിനേക്കാൾ ഉപരി ഒരു സാധാരണ പ്രേക്ഷകൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് തുറന്നങ്ങോട്ട് പറയും. കഴിഞ്ഞ സീസണിൽ പറഞ്ഞതുപോലെ തന്നെ കട്ട് ത്രോട്ട് ആയിട്ടായിരിക്കും ഇത്തവണയും. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു ബിഗ് ബോസ് ആയിരിക്കും എന്ന സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നത്. ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസ് അത് തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ മാറ്റമാണ് ബിഗ് ബോസ് മലയാളത്തിനായിട്ട് പുതിയൊരു വീട്. ചെന്നൈയിൽ തമിഴ് ബിഗ് ബോസ് നടന്നുകൊണ്ടിരുന്ന സെറ്റിലാണ് കഴിഞ്ഞ മലയാളം സീസൺ നടന്നത്. അതിനു മുമ്പ് മുംബൈയിലെ മറാഠി ബിഗ് ബോസ് നടന്ന സെറ്റിലായിരുന്നു. ഇന്നലെ പുറത്തു വന്ന ലാലേട്ടന്റെ ഒരു പ്രോമോ നിങ്ങൾ കണ്ടു കാണും. അതിൽ ഇങ്ങനെ ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ഇരുന്ന് ഇത്തവണത്തെ ഹൗസ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ലാലേട്ടന്റെ ഒരു വോയിസ് ഓവറും ഉണ്ട്. കിഡിലൻ പ്രോമോ ആയിരുന്നു. കണ്ടപാടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണേൽ പോയി കാണാം. വാടക വീട് മടുത്തു ബിഗ് ബോസ് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് ആ ഒരു പ്രോമോയിൽ. പിന്നെ ബിഗ് ബോസിന്റെ വോയിസും കഴിഞ്ഞ സീസണിലെ അതേ വോയിസ് തന്നെയാണ്, അതിലും ഒരു മാറ്റവും ഇല്ല. എന്തായാലും സീസൺ ഒരു വലിയ വിജയമാവുമെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ബാനി ജെ എൻഡമോൾ ഷൈൻ ഇത്രയേറെ പണം ചെലവാക്കി പുതിയൊരു വീട്, പുതിയൊരു സെറ്റ് തന്നെ നിർമ്മിച്ചത്. ലാലേട്ടന്റെ പ്രോമോകളുടെ ഒരു അപ്രോച്ചിൽ പോലും വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഷോയെ അവര് ഇത്തവണ മാർക്കറ്റ് ചെയ്തത്. ഇത്തവണ ഒരു പൊളി പൊളിക്കും എന്ന് തന്നെയാണ് എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലരെയും, പിന്നെ ലാലേട്ടന്റെ പല മൂർത്തി ഭാവങ്ങളും നമുക്ക് ഈ ഒരു വരുന്ന സീസൺ 7 കാണാനായിട്ട് സാധിച്ചേക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.